കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരനും എ.ഐ ഗ്രൂപ്പുകളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കെ പുതിയ പ്രസിഡന്റിനെ ചൊല്ലിയുള്ള ചർച്ചകൾ കോൺഗ്രസിൽ സജീവം. എം ഹസൻ ആക്ടിംഗ് പ്രസിഡന്റായിരുന്നപ്പോൾ എടുത്ത സുപ്രധാന തീരുമാനങ്ങൾ പലതും കെ സുധാകരൻ മടങ്ങിയെത്തിയപ്പോൾ തിരുത്തി. ഇതാണ് ഗ്രൂപ്പ് നേതൃത്വങ്ങളെ ചൊടിപ്പിച്ചത്. കെ സുധാകരനെ മുന്നിൽ നിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനാകില്ല എന്നാണ് ഗ്രൂപ്പുകളുടെ നിലപാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാലുടൻ നേതൃമാറ്റം ആവശ്യപ്പെട്ട് ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിനെ സമീപിക്കും. പ്രസിഡന്റ് പദം പരസ്യ ചർച്ചയായതോടെ അവകാശവാദവുമായി നേതാക്കളും രംഗത്തെത്തി. 1970 മുതൽ താൻ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നതാണ് എന്നും പ്രസിഡന്റ് ആകാൻ യോഗ്യതയില്ലേ എന്നുമാണ് അടൂർ പ്രകാശിന്റെ ചോദ്യം. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ ഈഴവ പ്രാതിനിധ്യം വളരെ കുറവാണ് എന്ന ചർച്ചകൾ സജീവമാകുന്നതിനിടെയാണ് അടൂർ പ്രകാശിന്റെ അവകാശവാദം. ഉമ്മൻചാണ്ടി കൂടി ഇല്ലാതായതോടെ നേതൃത്വത്തിലെ ക്രിസ്ത്യൻ പ്രാതിനിധ്യവും നാമമാത്രമായി. ഇതുകൂടി കണക്കിലെടുത്താണ് ആന്റണിയുടെ പേരും സജീവ ചർച്ചയാകുന്നത്. മാവേലിക്കര മുതൽ കൊട്ടാരക്കര വരെയുള്ള മേഖലയിലെ ക്രിസ്ത്യൻ വോട്ട് നഷ്ടപ്പെട്ടതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയാകാൻ കാരണമെന്നാണ് ആന്റോയ്ക്ക് വേണ്ടി വാദിക്കുന്നവരുടെ പക്ഷം. കൊടിക്കുന്നിൽ സുരേഷിനും കെ.പി.സി.സി പ്രസിഡന്റ് പദത്തിൽ കണ്ണുണ്ട്. സംസ്ഥാന കോൺഗ്രസിനെ യുവർ നയിക്കട്ടെ എന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനമെങ്കിൽ പി.സി. വിഷ്ണുനാഥ്, റോജി എം ജോൺ, ഹൈബി ഈഡൻ തുടങ്ങിയ പേരുകളും പരിഗണിക്കപ്പെടും. അമൽ തേനമറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.